ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ടേ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുകയാണേ. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബീഫ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കുറച്ച് നാരങ്ങാനീരും ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ 5 വിസിൽ അടുപ്പിച്ച് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് പൊട്ടിച്ചു. ചതച്ച് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഗോൾഡൻ കളറാവുന്നിടം വരെ വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ചീരം പൊടിച്ചത്, ടോട്ടൽ 3 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ചെറിയ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റി വന്നു. ബീഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ചെറിയ വീഡിയോ. ഓക്കെ, ബൈ.